തിരുവനന്തപുരത്ത് ആരാകും? പന്ന്യൻ രവീന്ദ്രൻ തന്നെ തിരുവനന്തപുരത്തെ CPI സ്ഥാനാർത്ഥിയായി വരുമോ? 75 വയസ്സ് പ്രായപരിധി മാനദണ്ഡ പ്രകാരം നേരത്തെ നേതൃസമിതികളിൽ നിന്ന് ഒഴിവാക്കിയ പന്ന്യൻ രവീന്ദ്രനെ വീണ്ടും സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടുത്തിയത് കാണുമ്പോഴാണ് സ്ഥാനാർത്ഥി സാധ്യത തെളിയുന്നത്. മുതിർന്ന നേതാക്കളായ K. ഇസ്മയിലിനെയും C. ദിവാകരനെയും ഒന്നും പരിഗണിക്കാതെ പന്ന്യനെ മാത്രം തിരികെ വിളിച്ചപ്പോൾ പ്രത്യേക താല്പര്യം വ്യക്തമാണ്. CPIയെ പ്രതിനിധീകരിച്ച് MN ഗോവിന്ദൻ നായരും PK വാസുദേവൻ നായരും KV സുരേന്ദ്രനാഥും പോലുള്ള ഉന്നതരായ നേതാക്കൾ മത്സരിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. ശശി തരൂരിന്റെ കടന്നുവരവും BJPയുടെ ശക്തിപ്പെടലും കൊണ്ട് തുടർച്ചയായി 3-ാം സ്ഥാനത്തായി പോകുന്ന തലസ്ഥാന മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയില്ല എന്നതാണ് CPI നേരിടുന്ന പ്രശ്നം. വിശ്വപൗരനായ ശശി തരൂരിന് വെല്ലുവിളി ഉയർത്താൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പോരാ, മികച്ചത് തന്നെ വേണം. പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ എന്നിങ്ങനെ പല പേരുകളുണ്ടെങ്കിലും അവരാരും സന്നദ്ധരല്ല. മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: ഇതൊക്കെ വരും യഥാസമയത്ത്. ഞാൻ പറഞ്ഞു, യഥാസമയത്ത് ഉചിതമായ സ്ഥാനാർത്ഥി വരും. മണ്ഡലം പിടിക്കാൻ പ്രാപ്തിയുള്ള നേതാവിനെ തേടിയുള്ള അന്വേഷണമാണ് തലസ്ഥാന മണ്ഡലത്തിലെ മുൻ MP കൂടിയായ പന്ന്യൻ രവീന്ദ്രനിൽ എത്തി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പറഞ്ഞ് പന്ന്യൻ ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ടാണ് പ്രോത്സാഹന സമ്മാനം എന്ന പോലെ സംസ്ഥാന കൗൺസിലിൽ വീണ്ടും ഉൾപ്പെടുത്തിയത്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതോടെ പ്രായപരിധി മാനദണ്ഡത്തിൽ ജില്ലാ കൗൺസിലിലെ ക്ഷണിതാവായി മാറിയ പന്ന്യൻ രവീന്ദ്രനെയും K. ഇസ്മയിലിനെയും C. ദിവാകരനെയുമെല്ലാം സീനിയോറിറ്റി കണക്കിലെടുത്ത് സംസ്ഥാന കൗൺസിലെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് മുറവിളിയുണ്ടായിരുന്നു. അതെല്ലാം നിർദ്ദയം അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് കാനം രാജേന്ദ്രൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ പൊടുന്നനെ പന്ന്യനെ മാത്രം സംസ്ഥാന കൗൺസിലേക്ക് തിരിച്ചെടുക്കുമ്പോൾ നേതൃത്വത്തിന്റെ സവിശേഷ താല്പര്യം വ്യക്തമാണ്. ആ താല്പര്യത്തിന് പിന്നിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വമാണെന്ന് ഏറെക്കുറെ ഉറപ്പാണ് താനും. ശരിക്കുമെന്ന് നിർബന്ധിച്ചാൽ പന്ന്യൻ മത്സരിക്കാൻ തയ്യാറാവാനാണ് സാധ്യത. കാരണം നിർബന്ധിച്ച് കളത്തിലിറക്കാൻ CPIക്കാർ കഴിഞ്ഞേ ആരുമുള്ളൂ. 2004-ൽ VS ശിവകുമാറിനെ തോൽപ്പിക്കാൻ വിശ്രമജീവിതം നയിച്ചുകൊണ്ടിരുന്ന PKVയെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയവരാണ് CPIക്കാർ. മത്സരിക്കാൻ മടിച്ചു നിന്ന KV സുരേന്ദ്രനാഥിനെയും സമ്മർദ്ദത്തിലെത്തി മത്സരരംഗത്തെത്തിച്ചിട്ടുണ്ട്. എന്തിന് മത്സരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് മാറി നിന്ന പന്ന്യൻ രവീന്ദ്രനെ തന്നെ 2011-ൽ വടക്കൻ പരവൂരിൽ മത്സരിപ്പിച്ച ചരിത്രവും CPIക്കാർക്കുണ്ട്. അതുകൊണ്ട് ഒന്നും കാണാതെ പന്ന്യൻ രവീന്ദ്രനെ സ്റ്റേറ്റ് കൗൺസിലിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നവരല്ല വലത് കമ്മ്യൂണിസ്റ്റുകൾ. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.